ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിലെ മിഡ് വീക്ക് എവിക്ഷന്റെ ഭാഗമായിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു മത്സരാർത്ഥികൾക്ക് കൊടുത്തിരുന്നത്. ഓരോരുത്തരും മുന്നോട്ട് വന്നു നിന്ന് 6 പേരെ നോമിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും പോയി എന്തുകൊണ്ട് 6 പേരിൽ അവര് വരാൻ പാടില്ല എന്നുള്ള റീസൺസ് കറക്റ്റായിട്ട് പറയണം. എല്ലാവരും മുന്നോട്ട് വന്ന് ഈ ഒരാഴ്ചത്തെ ഓരോ അച്ചീവ്മെന്റ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒരാഴ്ച ആയതേ ഉള്ളൂ, എന്താണ് ഇതിന് മാത്രം പറയാനുള്ളത് എന്നൊക്കെ തോന്നും. പക്ഷെ പല രീതിയിലുള്ള വെറൈറ്റി റീസൺസ് ആണ് എല്ലാവരും ഉണ്ടാക്കി പറഞ്ഞത്. എന്റെ പേഴ്സണാലിറ്റി നല്ലതാണ്, ഞാൻ എല്ലാവരുമായിട്ടും ഫ്രണ്ട്സ് ആണ്, ഇതൊക്കെയാണ് എല്ലാവരും പറഞ്ഞത് കേട്ടോ. ഈ ഒരു റേഞ്ചിലാണ് എല്ലാവരും പറഞ്ഞത്. ഷാനവാസും അക്ബറും ഈ ടാസ്കിൽ പങ്കെടുക്കുമെങ്കിലും അവരെ ആരും പറയാൻ പാടില്ല. അനീഷ് പറഞ്ഞ 6 പേരുകൾ ഏതൊക്കെയാണ് എന്ന് പറയാം. സരിക, ബിൻസി, അനുമോൾ, അപ്പാനി, അതേപോലെ ആദിലാനൂറ, ശൈത്യ. അഭിലാഷ് പറഞ്ഞ 6 പേരുകള് ഷാരിക, സരിക, രേണുസുതി, റെന ഫാത്തിമ, ഒനിയല്, ശൈത്യ. ഒനിയല് പറഞ്ഞ 6 പേരുകള് സരിക, അഭിലാഷ്, രേണുസുതി, അനീഷ്, ഷാരിക, റെന ഫാത്തിമ. ഷാനവാസ് പറഞ്ഞ 6 പേരുകള് അഭിലാഷ്, ആര്യൻ, ബിൻസി, ജിസേൽ, അനീഷ്, ശരത്ത്. സരിക പറഞ്ഞ 6 പേരുകള് അഭിലാഷ്, അനീഷ്, ജിസേൽ, അനുമോൾ, ഒനിയിൽ, അതേപോലെ ആദിലാനൂറ. ശൈത്യ പറഞ്ഞ 6 പേരുകള് രേണുസുതി, അനീഷ്, റെന ഫാത്തിമ, ഷാരിക, ജിസേല്, അഭിലാഷ്. അനുമോള് പറഞ്ഞ 6 പേരുകൾ സരിക, അനീഷ്, ഷാരിക, രേണുസുതി, ബിന്നി, റെന. ഇങ്ങനെ എല്ലാവരും 6 പേരുകളാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ അപ്പാനിയും അക്ബറും ഏകദേശം ഒരേ പേരുകൾ തന്നെയാണ് പറഞ്ഞത്. 2 പേരുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുള്ളൂ. അക്ബർ പറഞ്ഞ 6 പേരുകൾ ഏതൊക്കെയാന്ന് പറയാം. ഷാരിക, അനീഷ്, ഒനിയിൽ, അനുമോൾ, സാരിക, രേണുസുതി. മുദ്ര ശ്രദ്ധിക്കണേ, മുദ്ര. 6ൽ 4 പേരുകളും കട്ട മാച്ചിങ് ആണ്. ഇത് ഗ്രൂപ്പിസമേ അല്ല കേട്ടോ, അങ്ങനെയൊന്നും പറയാനേ പാടില്ല. അപ്പാനി ശരത്ത് പറഞ്ഞ പേരുകളും അനീഷ്, ഷാരിക, ഒനീല്, രേണുസുതി, റെന ഫാത്തിമ, ആര്യൻ. 2 പേരെ മാറിയിട്ടുള്ളൂ. ആര്യൻ പറഞ്ഞ 6 പേരുകൾ നെവിൻ, സരിക, ശരത്ത്, ബിന്നി, അനീഷ്, ഒനീല്. പിന്നെ ബോസമ്മ അടുത്ത തവണ ഇങ്ങനെ വൈറ്റ് ബോർഡ് കൊടുത്തുള്ള പരിപാടി ചെയ്യാനായിട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടെമ്പററി മാർക്കർ കൊടുക്കണം. പെർമനന്റ് മാർക്കർ മായ്ക്കാൻ നല്ല പാടാണ്. പാവങ്ങൾ അവിടെ ഓരോ മിസ്റ്റേക്ക് ചെയ്യുമ്പോഴും പേപ്പറും ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് നനച്ചിട്ടാണ് മായ്ച്ചുകൊണ്ടിരുന്നത്. കണ്ടിട്ട് തന്നെ പാവം തോന്നി. എന്തായാലും മിഡ് വീക്ക് എവിക്ഷനിലേക്ക് തെരഞ്ഞെടുത്തിട്ടുള്ള 6 പേര് ഇവരാണ്. 15 വോട്ടുകളുമായിട്ട് അനീഷ്, 12 വോട്ടുകളുമായിട്ട് രേണുസുതി, 11 വോട്ടുകളുമായിട്ട് ഒനീൽ, 10 വോട്ടുകളുമായിട്ട് സരിക, 9 വോട്ടുകളുമായിട്ട് റെന ഫാത്തിമ, 7 വോട്ടുകളുമായിട്ട് 4 പേരുണ്ട് അഭിലാഷ്, അനുമോള്, ശൈത്യ, ഷാരിക, കെ ബി. ഈ 4 പേരിൽ നിന്നും എല്ലാവരും തെരഞ്ഞെടുത്തത് ഷാരിക, കെ ബിയാണ്. ഇവരിൽ നിന്ന് ഒരാളോ 2 പേരോ ആണ് ഈ ആഴ്ച മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്താവുന്നത്. ഈ മിഡ് വീക്ക് എവിക്ഷൻ കൂടാതെ വീക്കെൻഡ് എവിക്ഷനും ഉണ്ട് കേട്ടോ. നമ്മൾ ഓർക്കും ഇല്ലെന്ന്, പക്ഷെ ഉണ്ട്. അതാണ് മാസ്, അതാണ് 7ന്റെ പണി. ഈ സീസണിന്റെ മാത്രം ഒരു പ്രത്യേകത ആണ് അതെന്ന് തോന്നുന്നു. എന്തായാലും വീക്കെൻഡിലേക്കുള്ള നോമിനേഷൻസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈവിനകത്ത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.